ഞാൻ എങ്ങനെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എൻ്റെ ഓവർ തിങ്കിങ് കുറച്ചു ലൈഫിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും നല്ല വേർഷനിലോട്ട് ചെറിയ സമയത്തിനുള്ളിൽ എത്തിയത് എങ്ങനെ, എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ നല്ലതല്ലേ. ഓക്കെ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ശ്രീവിദ്യ, മൈൻഡ് പവർ കോച്ച്. ബൈ പ്രൊഫഷൻ ഞാൻ ഡെൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു മൈൻഡ് പവർ കോച്ചിലേക്ക് ഞാൻ എങ്ങനെ എത്തി എന്നുള്ള സ്റ്റോറിയും കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാവരെയും പോലെ തന്നെ 12th കഴിഞ്ഞ് BDS ആണ് പഠിക്കാൻ പോയത്. എനിക്കറിയാം ഈ കാണുന്നതിൽ ഒരുപാട് ആൾക്കാർ ഡെൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് പഠിക്കുമ്പോഴും ഞാൻ ബുദ്ധിമുട്ടി തന്നെയാണ് പഠിച്ചത്. ഈ ഒരു ടോപ്പിക്കിനോട് എനിക്ക് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും പോലെ പഠിക്കാൻ വിട്ടു. അപ്പോൾ പഠിച്ച് പാസ്സാവണം, നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇഷ്ടപ്പെട്ടല്ല പഠിച്ചത്. ഇത്രയും മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനത് പാസ്സാവേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ കോഴ്സ് കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ ക്ലിനിക്കിൽ ജോയിൻ ചെയ്തു. അതുപോലെ എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലും ക്ലിനിക്കിലൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ലക്ഷ്യം എന്നുള്ളത് പണ്ട് തൊട്ടേ ദുബായിൽ വന്ന് സെറ്റിൽ ആവുക എന്നുള്ളതായിരുന്നു. അത് ഏത് രീതിയിലാണ്, എനിക്ക് ദുബായിൽ വന്ന് സെറ്റിൽ ആവണം, ഇവിടെ വർക്ക് ചെയ്യണം, എനിക്ക് നല്ല സാലറിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണം നോക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് വന്ന പ്രപ്പോസൽ ദുബായിൽ തന്നെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് പെണ്ണ് ആളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ഞാൻ 2 വർഷം നാട്ടിൽ എക്സ്പീരിയൻസ് ആക്കി DH എക്സാം എഴുതി ഞാൻ ഇവിടെ വന്നു. ജോലി നോക്കിയിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടി. പക്ഷെ അവിടെയും ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തു. ഇപ്പോൾ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബുദ്ധിമുട്ടി ഞാൻ വർക്ക് ചെയ്തെങ്കിലും ഞാൻ വർക്കൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിവുണ്ട്, എനിക്ക് ചെയ്യാൻ എനിക്ക് അറിയാം, എങ്കിൽ പോലും എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരു സാധാരണ ഒരു ക്ലിനിക്കിൽ എനിക്ക് ജോലി കിട്ടി. അവിടെയും ഞാൻ എവിടെ പോയാലും എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കാറുണ്ട്. അതായത് ആത്മാർത്ഥത എന്ന് പറയാം, ആത്മാർത്ഥത എനിക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാതെ ഒക്കെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നുപോകും. അപ്പോൾ അങ്ങനെ അത്രയും ഞാൻ എൻ്റെ 100% എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് ഞാൻ ട്രാവൽ ചെയ്ത് അവിടെ പോയി 2 months ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് സാലറി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെന്നെ മെൻ്റലി വല്ലാത്ത രീതിയിൽ എന്നെ ഡൗൺ ആക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എന്ത് ചെയ്യാനാണ്, ഇവിടുത്തെ അവസ്ഥ ഇതാണ്, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടു, എന്നെ അവർ യൂസ് ചെയ്തു. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും ഇങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ടാവും. എന്നെ അവർ യൂസ് ചെയ്യുന്നു, എൻ്റെ അഡ്വാൻറ്റേജ് അവർ യൂസ് ചെയ്യുന്നു, എൻ്റെ ഡോർമാറ്റായി കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ മണി കണ്ടിട്ടാണ് അവരെന്നെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ അവർ ഇങ്ങനെ എന്നോട് ഈ രീതിയിലൊക്കെ പെരുമാറി, എന്നെ പറ്റി വേറൊരു സ്ഥലത്ത് പോയി എന്നെ പറ്റി കുറ്റം പറയും. ആ രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്ന സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ സാലറി കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ജോബ് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അത് ഡ്രോപ്പ് ചെയ്ത സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ എപ്പോഴും ടെൻഷനായിരുന്നു. ഇത്രയും ഞാൻ മണി ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു, അതിനുള്ളൊരു വൃത്തിയായിട്ടുള്ളൊരു ജോബ് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ സ്റ്റക്കായി നിൽക്കുമായിരുന്നു ലൈഫിൽ. ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ, മെഡിക്കൽ കോഡിങ്ങിന് പോയാലോ, എല്ലാവരും അതാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ മെഡിക്കൽ കോഡിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ പോയി. അപ്പോഴും പഠിക്കണ്ടേ, ജോലി വേണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ചു എന്നല്ലാതെ അതിൻ്റെ എക്സാം ഒന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പഠിപ്പിച്ച മാം പറഞ്ഞു, ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺസിന് ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതായത് ഇവിടുത്തെ തുമ്പെ ഹോസ്പിറ്റൽ, അജ്മാൻ, അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു 3 months നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കോവിഡ് വരുന്നത്. എല്ലാവരും പറയാറുണ്ട് കോവിഡ് ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു കോവിഡ് ടൈം. അപ്പോൾ കോവിഡ് വന്നു, ഞാൻ കംപ്ലീറ്റ് റെസ്റ്റായി. എനിക്ക് കോവിഡ് വന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന എല്ലാവരും ക്വാറന്റൈനിൽ പോയി. ആ ടൈമിൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത്
എൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എനിക്കൊരു ജോബിൻ്റെ ഒരു ഓഫർ, ജോബല്ല ആക്ച്വലി, ഇവിടെ ദുബായിൽ കോവിഡ് ഡ്യൂട്ടിക്ക് ഡെൻറ്റിസ്റ്റിന് ആവശ്യമുണ്ട്, കാരണം അവർ നേഴ്സുമാരൊക്കെ എടുത്ത് തീർന്നു, അതുകൊണ്ട് ഡെൻറ്റിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വേക്കൻസി കണ്ടു. അപ്പം ഞാൻ എനിക്ക് ഓൾറെഡി ഞാൻ ഫെഡപ്പ് ആയതാണ്. ഒരുപാട് ക്ലിനിക്കിന് ഞാൻ അപ്ലൈ ചെയ്തു, എന്നിട്ടൊന്നും ജോലി കിട്ടാതെ ഇതും ആ രീതിയിൽ ഞാൻ വെറുതെ കവർ ലെറ്ററൊക്കെ ഇട്ട് എൻ്റെ CV ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു 3 days 4 days കഴിഞ്ഞപ്പോൾ എനിക്ക് ദുബായ് ഹെൽത്ത് അതോറിറ്റി HR കോൾ വന്നു. ഞാൻ സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു HR കോൾ വന്നു. ആക്ച്വലി കോള് വരുന്ന അന്നായിരുന്നു എൻ്റെ ക്വാറന്റൈൻ തീരുന്നുണ്ടായത്. അത് നോക്കണം, ആ ഒരു ടൈം നോക്കണം. അപ്പോൾ ഞാൻ അവർ പറഞ്ഞതുപോലെ പോയി. അപ്പോൾ അവിടെ എത്തിയപ്പം എല്ലാം അറബ്സ് ആയിരുന്നു, ഇന്ത്യൻസ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻസ് ആകെ സെലക്ട് ചെയ്തത് ഞാൻ മാത്രമാണ് ആ ബാച്ചിൽ. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് ഇത് അയച്ചു തന്ന കുട്ടിക്കും സെലക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനും വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തു, അവരെയും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ എന്തോ അപ്പോഴാണ് എനിക്ക് എന്നിലൊരു വിശ്വാസം വന്നത്. ഓക്കെ, ഞാൻ മേ ബി ആൾക്കാരെ മെൻ്റലി അല്ലെങ്കിൽ അവർക്ക് ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാരോട് ഗ്രേറ്റ്ഫുൾ ആവുന്നതുകൊണ്ടായിരിക്കും എന്നെ ദൈവം ആ രീതിയിലേക്ക് എത്തിച്ചത്. എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആണെങ്കിലും കൂടെ എൻ്റെ സെൽഫ് ടോക്ക് നെഗറ്റീവ് ആയിരുന്നു. ഞാൻ എന്നെപ്പറ്റി എൻ്റെ മൈൻഡിനോട് സംസാരിച്ചത് കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 6 months എടുക്കുന്നത്, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അന്ന് നല്ല പാക്കേജ് ആയിരുന്നു എനിക്കുണ്ടായത്. ദുബായിൽ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു പാക്കേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ 1.5 മാസം വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫസ്റ്റ് സാലറി എൻ്റെ കയ്യിൽ എനിക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്. അന്ന് ലിറ്ററലി എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. കാരണം ഞാൻ പണ്ടൊക്കെ ചിന്തിച്ച്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദുബായിൽ വരണം, സെറ്റിൽ ആവണം, അവിടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ച സെയിം സാലറി ആയിരുന്നു എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും എനിക്കറിയില്ല ഇത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്, നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാലത്ത് നടക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വരും എന്നുള്ള ചിന്തയൊന്നും എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സാലറി കിട്ടി. അതിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തു. ഞാനപ്പോൾ iPhone 12 Pro ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ കാരണം പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അത്രയും കാലം എനിക്ക് വേണ്ടി ഫൈനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡല്ലേ അത്. അപ്പം എനിക്ക് ഭയങ്കര മനസ്സ് തുറന്ന് സന്തോഷത്തോടെ തന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. ആ ഒരു 6 months നല്ല രീതിയിൽ പോയി. പിന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ അടുത്ത് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. ഗുഡ് സാലറിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഇപ്പോഴും അത് എന്നിൽ പ്രൗഡായി കാണുന്നു. കാരണം ഞാൻ BDS പഠിച്ചതിന് ഞാൻ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പേരിൻ്റെ മുന്നിൽ ഡോക്ടർ വരാൻ മാത്രമല്ല നീ അത് പഠിച്ചത്, എന്തെങ്കിലും കാര്യമുണ്ടോ, എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ജോബില്ലല്ലോ, ഇങ്ങനെ ഞാൻ സ്വയം സെൽഫ് ടോക്ക് ചെയ്യായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഞാൻ ഇതേ സെയിം കാര്യം പറയായിരുന്നു. അപ്പോൾ BDS പഠിച്ചതിനൊരു മീനിങ് ഉണ്ടായത് ഈ ഒരു DHL വർക്ക് ചെയ്ത സമയത്തായിരുന്നു. അത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കായിരുന്നു. വീണ്ടും ഡൗൺ ആവാൻ പോകുന്നു, കാരണം അതിൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർ ആവാൻ പോകുന്നു. ആ എക്സ്പയർ ആവുന്ന 1 month തൊട്ട് എനിക്ക് ടെൻഷൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇങ്ങനൊരു സാലറിയിൽ ഇത്രയും നല്ല പൊസിഷനിൽ വർക്ക് ചെയ്തിട്ട് ജോബ് പോവുകയാണല്ലോ. കാരണം നേഴ്സുമാരൊക്കെ അവർ പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അപ്പോൾ വിചാരിച്ചു ഓക്കെ നഴ്സിംഗ് പഠിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ ഗവൺമെൻറ്റിൽ തന്നെ ജോബ് കിട്ടുമായിരുന്നു. കാരണം എൻ്റെ കൂടെ ഉണ്ടായ നേഴ്സുമാരൊക്കെ അവർ പെർമനൻ്റ് ആയിട്ട് അവർ റാഷിദ് ഹോസ്പിറ്റൽ, ഇവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ജോബ് കിട്ടി. അപ്പം ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 2 വർഷം ആവാനാകുമ്പോഴത്തേക്ക് എൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർ ആയി. പക്ഷേ എക്സ്പയർ ആവുന്നതിനൊരു 1 month മുന്നേ തന്നെ എനിക്ക് എന്തെങ്കിലും, കാരണം ഡെൻറ്റിസ്ട്രിയിലോട്ട് ഇനി ഞാനില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചു. കാരണം ഒന്നാമത് എനിക്ക് അതിലൊരു ഹാപ്പിനെസ് ഇല്ല ജോബ് ചെയ്യുന്നതിൽ. ചിലപ്പോൾ ശ്രമിച്ചാൽ നല്ല സാലറിയിൽ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഡെൻറ്റിസ്റ്റ് നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊക്കെ അതൊരു പാഷനായിരിക്കും. പക്ഷെ എനിക്കത് പാഷനല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിനി ഡെൻറ്റിസ്ട്രിയിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് ഞാൻ ഈ ഒരു സൊസൈറ്റിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിരിക്കും. കാരണം എൻ്റെ മനസ്സ് ഹാപ്പി അല്ലാതെയാണ് ഞാനൊരു സർവീസ് കൊടുക്കുന്നത്, അത് അവരെ നെഗറ്റീവായിട്ട് അവരെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെൻറ്റിസ്ട്രിയിലോട്ടില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തു.
അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ ദുബായിൽ ജോലി ചെയ്യണം, ആ സാലറിയിൽ വർക്ക് ചെയ്യണം എന്ന് ചിന്തിച്ചതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ വേറൊരു ആഗ്രഹമായിരുന്നു ദുബായിൽ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, കാറ് വാങ്ങണം എന്നുള്ളത്. അതും സാധിച്ചു. ഞാൻ ഈ DHL വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, കാറ് വാങ്ങിച്ചു. സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു, എന്നാലും ഞാൻ കാറ് വാങ്ങിച്ചു. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടായിരുന്നു ലാസ്റ്റ് 6 months ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു തോട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, കാറുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് സെയിൽസിൽ നോക്കിക്കൂടാ? കാരണം സെയിൽസിൽ നോക്കാൻ ഞാൻ അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് സെല്ലിങ് സ്കില്ലില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കാകെ അറിയുന്നത് ഈ ഡെന്റിസ്ട്രി മാത്രമാണ്. പല്ല് പറിക്കാനും റൂട്ട് കനാലും ക്ലീനിങ്ങും ഇതൊക്കെയാണ് എനിക്കറിയുന്നത്. ഇത് വെച്ച് ഞാൻ എങ്ങനെ സെയിൽസിൽ വർക്ക് ചെയ്യും? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് നീ നോക്കണ്ട. എൻ്റെ ഹസ്ബൻഡിനും ഓൾറെഡി ആള് സെയിൽസിലാണ്, വർഷങ്ങളായിട്ട് സെയിൽസിലാണ്. അപ്പോൾ ആൾ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള സെയിൽസിൽ ട്രൈ ചെയ്താലോ? അതായത് നാട്ടിൽ മെഡിക്കൽ റെപ്പ് എന്ന് പറയുന്ന പോലെ ഇവിടെ മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് പറയാം. അപ്പോൾ അതിൽ ട്രൈ ചെയ്തൂടെ? അതാകുമ്പോൾ നിനക്ക് മെഡിക്കൽ നോളജും ഉണ്ട്, പിന്നെ സെല്ലിംഗ് സ്കിൽ ഞാൻ നിനക്ക് തരാം. സെല്ലിംഗ് സ്കിൽ എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അത് ഞാൻ നിനക്ക് പറഞ്ഞാൽ ഞാൻ മാക്സിമം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നീ ഒന്നും നോക്കണ്ട, കോൺഫിഡൻ്റ് ആയിട്ട് നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഹസ്ബൻഡ് തന്ന ആ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ ഇൻ്റർവ്യൂസിന് പോകാൻ തുടങ്ങി. ഞാൻ 1 month കൊണ്ട്, അതായത് ലിങ്ക്ഡിനിലൊക്കെ എൻ്റെ CV അയച്ചു കൊടുത്ത് 1 month കൊണ്ട് എനിക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. അത് ഡെൻ്റൽ ഫീൽഡ് തന്നെയാണ് കിട്ടിയത്. അത് ഞാൻ ഡെൻ്റൽ ഫീൽഡ് തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, ഡെൻ്റൽ പ്രോഡക്ട്സ് ആയിരുന്നു. അപ്പോൾ അതിൽ കയറിയപ്പോഴും എനിക്കൊന്നും ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഫുൾ കോൺഫിഡൻറ്റോടെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതിൽ സെലക്റ്റായി. അപ്പോൾ അതിലൊരു പ്രൊഡക്റ്റ് ഇസ്രയേലിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്രയേൽ പ്രൊഡക്റ്റ് ദുബായിൽ അത്ര രീതിയിൽ മൂവ് ആവില്ല. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് മൂവ് ആകാത്തതുകൊണ്ട് അവിടെ ഞാൻ ഡെസ്പറേറ്റായി. ഓക്കെ, എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, സെയിൽസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, എനിക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റില്ല. അതും ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ചെയ്തത്. സെയിൽസിൽ വർക്ക് ചെയ്യണമെന്ന് എൻ്റെ ഉദ്ദേശം ഇവിടെ സർവൈവ് ചെയ്യണം, ഇവിടെ 2 പേർക്ക് സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജോബ് വേണം എന്നുള്ള ഇഷ്ടത്തിനോട് മാത്രമാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് ശരിക്കുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ എനിക്ക് എല്ലാ 1 month കൊണ്ട് തന്നെ എനിക്ക് ജോലി കിട്ടി കേട്ടോ. അങ്ങനെ എനിക്ക് ഗ്യാപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് കറക്റ്റ് 1 month ആകുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് വേറൊരു കമ്പനിയിൽ ജോലി കിട്ടി. അത് ഇതുപോലെ തന്നെ ഗൈനക് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ ആയിരുന്നു. അത് പിന്നെയും മൂവ് ആവുന്ന പ്രോഡക്റ്റൊക്കെ ആയിരുന്നു. നല്ല കൊളീഗ്സ് ആയിരുന്നു. എൻ്റെ മാനേജർ ആയാലും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അവിടെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ വർക്കിന് പോയിട്ടുണ്ടായത്. പക്ഷേ സെല്ലിംഗ് സ്കിൽ അപ്പോഴും ഡെവലപ്പൊന്നും ആയിട്ടില്ല. കുറച്ച് ഡെവലപ്പായി വരുന്നു. പക്ഷെ എനിക്ക് റാപ്പ് ബിൽഡ് ചെയ്യാനും ആൾക്കാരെ മനസ്സിലാക്കാനും ആൾക്കാരുടെ ഇമോഷൻസ് മനസ്സിലാക്കി സംസാരിക്കാനും ഒക്കെ അത് ആദ്യം തൊട്ടേ എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഞാൻ ഇതിനിറങ്ങി. ഡോക്ടേഴ്സായിട്ടൊക്കെ റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആ രീതിയിൽ ഞാൻ സെയിൽസ് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴും ഒട്ടും ഞാൻ ഹാപ്പി ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്യും, ഒരുപാട് കരയും. നമുക്കറിയാലോ, മന്ത്ലി പീരിയഡ്സ് വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും അല്ലേ. ഒരുപാട് നമ്മളെ പ്രോബ്ലംസും ഷെയർ ചെയ്യാൻ ആരുമില്ല. നമ്മളിപ്പം ഹസ്ബൻഡ് ഉണ്ടെങ്കിലും പേരൻസ് ഉണ്ടെങ്കിലും ഏതൊരു പോയിന്റിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോട്ട് വരും, എസ്പെഷ്യലി ഗേൾസിന് അല്ലേ. ഗേൾസിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. അതന്നെ ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ ഓക്കെ ലൈഫ് മടുത്തു എന്നൊരു ഫീലൊക്കെ വരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രജിത, എൻ്റെ കോളേജ് തൊട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ആളോട് ഞാനിതെല്ലാം ഷെയർ ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു, നീ ഒന്നിക്കിൽ പിന്നെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് സംസാരിക്കുക, കൗൺസിലിങ്ങിന് പോവാം. അങ്ങനെ കൗൺസിലിങ്ങിന് ആൾ തന്നെ നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു. പക്ഷെ അതൊക്കെ വിളിച്ചപ്പോഴും കൗൺസിലിങ്ങോ അത് ശരിയാവും, എനിക്ക് മെഡിസിൻ എടുക്കാനൊന്നും വയ്യ, ആ രീതിയിലൊക്കെ ഞാൻ ഒരാളെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതവിടെ നിർത്തി. അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രചിത തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, നീ എന്തായാലും വായിക്കണം. അതിൽ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാലോ, എന്നാൽ എനിക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും, നീ വായിക്കുന്ന പേജിൻ്റെ നീ ഏതുവരെ വായിച്ചു അതുവരെ എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വായിക്കുന്നത് ഡെയിലി എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കും. അപ്പോൾ ഞാൻ വർക്കിലായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ സെയിൽസിലായിരുന്നു. അപ്പോൾ വർക്കിലായിരിക്കും ഞാൻ അതിങ്ങനെ
വായിച്ച് നോക്കും. അപ്പം എനിക്ക് ഇത് കൊള്ളാലോ, ഇതെനിക്ക് ഓർഡർ ചെയ്യണം, ബുക്ക് എനിക്ക് ഓർഡർ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തു. ഞാനത് ബുക്ക് മുഴുവൻ വായിച്ചു. അപ്പം എനിക്കിതിൽ ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, കൊള്ളാലോ സംഭവം. എനിക്കൊരു റിലീഫൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരുപാട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. 3 months ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവർ പറയുന്ന പ്രാക്ടീസും അല്ലാതെ ഞാൻ എൻ്റെ രീതിയിൽ പ്രാക്ടീസുകൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഞാനൊരു 6 monthsനുള്ളിൽ ഒരുപാട് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മൈൻഡ് ക്ലിയർ ചെയ്തു, ഹീൽ ചെയ്തു. അപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടൊരു 3 months ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മുന്നേ ഒക്കെ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുമോ അതിനൊക്കെ, എനിക്ക് അതിനുള്ള സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് കൊണ്ടുപോകാനുള്ളൊരു പിന്നെ കോൺഫിഡൻസ് എനിക്കുണ്ടോ എന്നൊക്കെ എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ടായിരുന്നു. പക്ഷേ 3 months കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ആയുർവേദിക് പ്രൊഡക്റ്റാണ്, അതായത് പെയിൻ റിലീഫ് ഓയിൽ, ആയുർവേദയാണ് നമ്മുടെ കമ്പനി നെയിം. അപ്പോൾ അത് മുത്തശ്ശൻ്റെ കാലം തൊട്ട് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഓയിലാണ് പെയിൻ റിലീഫ് ഓയിൽ. നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് നല്ല റിസൾട്ട് കിട്ടി ആൾക്കാർ ചോദിച്ചു വന്നു, പുറത്തുനിന്നൊക്കെ ആൾക്കാർ ചോദിച്ചു വരാൻ തുടങ്ങിയപ്പോൾ നമ്മളിത് ബിസിനസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എനിക്കത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പം ഇപ്പം മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയ സമയത്ത് ഞാൻ ഡയറക്റ്റ് എൻ്റെ ഇളയച്ചൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ആൻറ്റീൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളിത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു 50 ബോട്ടിൽ ഇറക്കി. ആ 50 ബോട്ടിൽ അപ്പം തന്നെ സോൾഡ് ഔട്ടായി. പിന്നെ വാങ്ങിയ ആൾക്കാർ ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് കുറേ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്യുവർ ആവുന്നതോടുകൂടി എൻ്റെ ചുറ്റുമുള്ള എല്ലാം ചേഞ്ച് ആവാൻ തുടങ്ങി. കരിയർ ഗ്രോത്ത് വന്നു, റിലേഷൻഷിപ്പൊക്കെ ഹീലായി, ഹെൽത്ത് ബെറ്ററായി. എനിക്ക് ലോ BP ആയിരുന്നു കേട്ടോ, ലോ BP ആയിരുന്നു, അത് നോർമലായി. ഞാൻ എനിമിക്കായിരുന്നു, ഹിമോഗ്ലോബിൻ നോർമലായി. പിന്നെ പെട്ടെന്ന് പേടി വരുന്ന ആളായിരുന്നു ഞാൻ, ഫിയർ. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഫിയർ വരുന്ന സമയത്ത് ശരീരത്തിൽ ബോഡിയിൽ ഒരു പ്രത്യേക ഒരു റിയാക്ഷൻ വരിക, ഷിവർ ചെയ്യുക, സ്വെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഞാൻ ഭയങ്കര കാമാവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ എവിടെയോ നഷ്ടപ്പെട്ട എന്നെ എനിക്ക് തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ എന്നിൽ കാണാത്ത മിറാക്കിളായിട്ടുള്ള, അതായത് അത്രയും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബിസിനസ് മാത്രമല്ല, എനിക്ക് എന്നെ ഹാപ്പി ആക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. മൈൻഡ് പവർ, ലോ ഓഫ് അട്രാക്ഷൻ, ഈ ഒരു കാര്യങ്ങളാണ് എന്നെ ഹാപ്പി ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫ് പർപ്പസ് ഇത് തന്നെയാണ്. ഞാൻ എന്തോ ആയിത്തീരാനുണ്ട്, അതിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മളെ ലൈഫ് തിരഞ്ഞെടുത്ത് ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ ആ റീസണിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ഞാൻ ഇതിലേക്ക് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ വലിയ ഇൻ്റർനാഷണൽ കോഴ്സസൊക്കെ ഞാൻ എടുത്തു. അതിന് പിന്നെ ഒരുപാട് അതിനെപ്പറ്റി പഠിച്ചു. അങ്ങനെ ഞാൻ ഏകദേശം ഇത് അറിഞ്ഞിട്ടൊരു 6 to 8 months ആകുമ്പോഴത്തേക്ക് തന്നെ 1-on-1 കോച്ചിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫ്രീ ആയിട്ട്, കുറേ പേർക്ക് ഫ്രീ ആയിട്ട് തന്നെ സെഷൻ കൊടുത്തു. അങ്ങനെ ഫ്രീ ആയിട്ട് സെഷൻ കൊടുത്ത് എല്ലാവർക്കും റിസൾട്ട് കിട്ടാൻ തുടങ്ങി. സെഷനിൽ വരുന്ന എല്ലാവർക്കും മാറ്റം വരാൻ തുടങ്ങി, ചേഞ്ച് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്ത സമയത്ത് പോലും ആരും നല്ലൊരു ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ വർക്ക് സൂപ്പറാണ്, അല്ലെ ഡോക്ടർ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കിങ്ങനെ മാറി, അല്ലെങ്കിൽ ആ രീതിയിലൊരു ഫീഡ്ബാക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലേക്ക് വന്ന് ഞാൻ ഈ ഒരു സർവീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വരുന്നു, ഭയങ്കര ഹാപ്പി ആവുന്നു. അവർ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാനുള്ള സ്കില്ല് അവർക്ക് ഡെവലപ്പായി വരുന്നു. അവർ ഭയങ്കരമായിട്ട് എന്നോട് ഗ്രേറ്റ്ഫുൾ ആവാൻ തുടങ്ങി. എല്ലാവരും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ലൈഫ് ഇതായിരിക്കും. അങ്ങനെ ഞാൻ ജോബ് ക്വിറ്റ് ചെയ്തു, ഒന്നും നോക്കിയില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു 9 to 5 ജോബ് എനിക്ക് വേണ്ട, എൻ്റെ ലൈഫ് ഇതാണ്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഓക്കെ, നിനക്ക് അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ നീ ക്വിറ്റ് ചെയ്തോളൂ. ആളും എന്നെ വലിയ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ക്വിറ്റ് ചെയ്തു, റെസിഗ്നേഷൻ ഇട്ടു, 1 month നോട്ടീസ് പീരീഡ്. അങ്ങനെ ഞാൻ ക്വിറ്റ് ചെയ്തു, നാട്ടിൽ പോയി 1 month വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോയി. വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോയി. തിരിച്ചു വന്നിട്ട്
വീണ്ടും ഞാനൊരു 2 months ഇതുപോലെ തന്നെ 1-on-1 കോച്ചിങ് ചെയ്തു, അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഗ്രൂപ്പ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഗ്രൂപ്പ് സെഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കണം. അത് പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് സ്റ്റേജ് ഫിയർ ആണ്, സ്റ്റേജിൽ കയറാൻ പേടിയാണ്, ആൾക്കാരോട് സംസാരിക്കാൻ വലിയൊരു ക്രൗഡിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ ഒരു സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു പേടിയുമില്ല, ഒന്നുമില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പുഷ് ചെയ്ത് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു 21 days മൈൻഡ് മാസ്റ്ററി വർക്ക്ഷോപ്പ് നല്ല രീതിയിൽ മെഡിറ്റേഷനും കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആയി. അതിൽ വന്ന എല്ലാവർക്കും തന്നെ നല്ല ചേഞ്ചസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മുന്നേ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെഡിസിൻ എടുത്തു, എന്നിട്ട് വരാത്ത ചേഞ്ചാണ് ഈ പ്രാക്ടീസിലൂടെ വരുന്നത്. അങ്ങനെ അവർ തന്നെ പറഞ്ഞ് 2nd batch 3rd batch ഒക്കെ വന്നു. അങ്ങനെ പിന്നെ ആൾക്കാർ കൂടാൻ തുടങ്ങി. പിന്നെ 100+ ആൾക്കാരായി ഗ്രൂപ്പ് സെഷനിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിൽ കുഞ്ഞു മാറ്റങ്ങൾ പിന്നെ വലിയ മാറ്റങ്ങളിലോട്ടെത്തി. അതിൻ്റെ ഇടയിൽ നമ്മൾ ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റി, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ ലൈഫിലോട്ട് വരുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു, എല്ലാ രീതിയിലും നമ്മൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ള എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ ഇപ്പം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ വന്ന വഴി എത്ര സ്ട്രഗിളാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങളും ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെറുതെ വായിച്ചതോ അല്ലെ കണ്ടതോ അല്ല കേട്ടോ, ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ വന്ന വഴി കുറച്ചും കൂടി ഈസി ആക്കിയിട്ട് എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ഏറ്റവും ഈസിയസ്റ്റ് വേർഷനിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഞാനിപ്പോൾ ഒരു 1 year എടുത്തിട്ടൊക്കെ കിട്ടിയ സക്സസ് അവർക്കൊരു വെറും 14 days 21 days കൊണ്ടാണ് അവർക്ക് അത് കിട്ടുന്നത്. കാരണം എൻ്റെ സ്ട്രഗിളൊന്നും ഞാൻ അവർക്ക് പറയണ്ടല്ലോ, ഞാൻ ഇപ്പം എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷനിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരെല്ലാവരും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു, റിസൾട്ട് കിട്ടുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് 5 years ആയിട്ട് 8 years ആയിട്ട് അല്ലെങ്കിൽ 10 years ആയിട്ട് കിട്ടേണ്ട സക്സസ് ആണ് 1 month കൊണ്ടൊക്കെ അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണിപ്പോൾ, കാരണം എനിക്ക് ഇത് എഫേർട്ട്ലെസ് ആണ്. ഇപ്പോൾ എത്ര നേരം വേണമെങ്കിലും എനിക്ക് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, കുറച്ച് നേരം കേൾക്കുമ്പോഴത്തേക്ക് ടയർഡാവുക. ഇപ്പം ടയർഡ്നെസ് ഇല്ല, മടുപ്പില്ല, എല്ലാം ഒരു എനർജറ്റിക് ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങൾ ഡെസ്പറേറ്റ് ആവരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ട്. നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലോട്ട് വരുമ്പം എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെ പോയാൽ ഏത് രീതിയിൽ എത്തുമെന്ന് ഗൈഡ് ചെയ്യാനൊരു ആപ്റ്റായിട്ടുള്ളൊരു കോച്ച് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ്സിലോട്ട് എത്താൻ പറ്റും. സക്സസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആവരുത് ഒരിക്കലും. എക്സാമ്പിൾ, ഇപ്പം എനിക്ക് ഐഫോൺ കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, ഒന്നാമത്. രണ്ടാമത്, ഇപ്പം എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്താലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റി എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്താലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. നോ, അത് മാറ്റി വെക്കുക. നിങ്ങൾ ഒന്നുമില്ലാതെ തന്നെ, അതായത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഇൻസ്പയർഡ് ആയിട്ടുള്ള സോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്പയർഡ് ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഹാപ്പി ആയിട്ടുള്ള യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതാണ്. അല്ലാണ്ട് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും എന്നുള്ളതല്ല. പ്രസൻറ്റിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം. അതായത് എന്ത് ഇപ്പോൾ ഒരു ചായ കുടിച്ചാൽ പോലും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ നെഗറ്റീവ് സംഭവിച്ചാലും പോസിറ്റീവ് സംഭവിച്ചാലും ഞാൻ ഹാപ്പിയാണ്. ചെറിയൊരു സക്സസ് വരുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷിക്കുക, ചെറിയൊരു ഫെയിലിയർ വരുമ്പോഴത്തേക്ക് ഒരുപാട് വിഷമിക്കുക. ഈ ലെവലിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് വരുന്നത്. അതല്ല, ഇത് നടന്നാലും അത് നടന്നില്ലെങ്കിലും ഐ എം ഹാപ്പി, ബിക്കോസ് മൈ ഹാപ്പിനെസ് ഈസ് മൈ നമ്പർ 1 പ്രയോറിറ്റി. ആ രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ലൈഫ് മാറി. ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഞാൻ പറയാം. ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഡിപ്രഷനും മെഡിസിൻ എടുത്തിട്ടൊക്കെ പേഴ്സണൽ സെഷനിൽ വരാറുണ്ട്, ലൈഫ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1 year ആയിട്ട് ഡിപ്രഷനും മെഡിസിൻ എടുത്തൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഏതോ ഒരു ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഈ ഒരു ഡിപ്രഷനിലോട്ട് എത്തുന്നത്. അങ്ങനെ 1 year ആയിട്ട് ആൾ പഠിത്തം സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്, എല്ലാത്തിലും സ്റ്റക്കായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ വന്ന് പേഴ്സണൽ സെഷനാണ് എടുത്തത്.
കറക്റ്റ് എനിക്ക് മനസ്സിലായി എന്താണ് റൂട്ട് കോസ് എന്നുള്ളത്. എനിക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ ആവണമെങ്കിൽ എന്തൊക്കെയോ കോസ് ഉണ്ട്. ആ കോസ് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്തു, അതിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തു. ആ കുട്ടി പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ 14 ഡേയ്സിലും ആൾ ജോയിൻ ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇന്ന് മോർണിംഗ് എനിക്ക് മെസ്സേജ് 10th ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് മോർണിംഗ് എനിക്ക് മെസ്സേജ് ചെയ്തു, മാം ഒരുപാട് ഞാൻ മാറി, എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി, ഇനി ഞാനിപ്പം ഹാപ്പി ആവാൻ നോക്കുന്നു. എനിക്ക് പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിലും അത് എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് എനിക്കറിയാം. പ്രോബ്ലംസ് നമുക്ക് ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റില്ല, അത് വരല്ല ഇത് വരും, പ്രോബ്ലംസ് വരും. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, ആ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പേഴ്സ്പെക്റ്റീവ് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവിലൂടെ ഈ ലൈഫ് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു വേൾഡിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് ആ കുട്ടി മാറി എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് കരഞ്ഞു ആ കുട്ടി. കാരണം മാം ഞാൻ ഒരുപാട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തു, അവരൊക്കെ മെഡിസിൻ എടുക്കാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം മാം മാത്രമാണ് ഇങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ മദറിനെ പോലെ സിസ്റ്ററിനെ പോലെ ആ രീതിയിലാണ് ഞാൻ മാമിനെ കാണുന്നത്. അപ്പോൾ അത്രയും ആ കുട്ടി എൻ്റെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എവിടുന്നോ കിട്ടാത്ത സ്നേഹം ഒക്കെ നമുക്ക് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. നമ്മൾ ചിലപ്പം ലവ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അടുത്ത് നിന്നായിരിക്കില്ല ലവ് കിട്ടുക, മറ്റുള്ളവർ വേറെ ചില ആൾക്കാരിൽ നിന്ന് അടുത്ത് നിന്നായിരിക്കും നമുക്ക് കിട്ടുക വാലിഡേഷൻ ലവ് ഒക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് സക്സസ് സ്റ്റോറീസ് വരുമ്പം അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ മാറ്റം വരുന്ന സമയത്ത് ഞാനാണ് അവിടെ വിൻ ചെയ്യുന്നത്. അവർ ഓരോ ആൾക്കാരുടെ ലൈഫിലും ചേഞ്ച് വരുമ്പോൾ ഞാൻ അവിടെ ഒരു വിജയിച്ചൊരു ഫീലാണ്, സക്സസ് ആയ ഒരു ഫീലാണ് എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇത്രയും എൻ്റെ സ്റ്റോറി പറഞ്ഞത് ഞാനൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല. ഇത്രയും എൻ്റെ ലൈഫിൽ നടന്ന കാര്യം ഇത്രയും ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞത്. ഇത് കാണുന്ന ആരെങ്കിലും പിന്നെ ഒരാൾക്കല്ല, ഒരു 10 പേരുടെ ലൈഫ് മാറുകയാണെങ്കിൽ നല്ലതല്ലേ? നിങ്ങളൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ലൈഫ് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും പിന്നെ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ഇനിയും വരുന്നുണ്ടാവും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.